നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024 പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFിൻ്റെ സാധ്യതകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെക്കൻ കേരളത്തിലെ UDFിൻ്റെ സാധ്യതകൾ നമ്മൾ വിലയിരുത്തിയിരുന്നു. ഇനി മധ്യകേരളമുണ്ട്. അതിനോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലെ UDFിൻ്റെ സാധ്യതകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ അതിഥികളായി തുടരുകയാണ് അഡ്വക്കേറ്റ് A. ജയശങ്കർ, രാഷ്ട്രീയ നിരൂപകൻ, ഒപ്പം തന്നെ കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷ്, ഒപ്പം കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്ററും തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായ AC റെജി. മൂവർക്കും സ്വാഗതം. നമുക്ക് ചർച്ച തുടരാം UDFിൻ്റെ സാധ്യതകളിലേക്ക്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ രീതിയിൽ ഡി കുര്യാക്കോസ് തന്നെ ജയിക്കുമെന്ന്. അപ്പോൾ ഡീനെ കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും ആക്ഷേപമൊന്നുമില്ല. ചെറുപ്പക്കാരനാണ്, ഊർജ്ജസ്വലനാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ട്. കാട്ടാനയുടെ ആക്രമണം മുതൽക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റബ്ബർ വിലയിടിവ്, റബ്ബറിൻ്റെ നാണ്യവിളകളുടെ മൊത്തത്തിലുള്ള വിലയിടിവ്, ജനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം മറിയക്കുട്ടിയുടെ പിച്ചച്ചട്ടി സമരം അടക്കമുള്ള കാര്യങ്ങൾ ഇലക്ഷനിൽ പ്രതിഫലിക്കും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത് സാധാരണക്കാർ, തോട്ടം തൊഴിലാളികൾ എല്ലാവരും അസംതൃപ്തരാണ്. ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിട്ടുമുണ്ട്. അപ്പോൾ ഡീൻ കുര്യാക്കോസ് നല്ല ഇമേജുള്ള ചെറുപ്പക്കാരൻ എന്നുള്ളതിലേക്ക് പ്രത്യേകിച്ചും പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജയിക്കാൻ പറ്റും. കൂടാതെ അവിടെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ല, ഇടതുപക്ഷത്തിനകത്ത് പണ്ട് മുതലേ പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ ആണ് ഈ ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല ഒരിക്കലും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ വലിയ കേന്ദ്രമൊന്നുമല്ല. എറണാകുളത്ത് ഇതിനേക്കാളും സിമ്പിളാണ്. എറണാകുളത്തെക്കുറിച്ച് നമ്മൾ വലിയ ചർച്ച ചെയ്യുന്നതിൽ മലപ്പുറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ പിന്നെ ഒരു സാങ്കത്യമുണ്ട്. എറണാകുളത്ത് പേരിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ CPM നിർത്തിയിട്ടെന്ന് മാത്രം. അതിൽ വലിയ ഒരു അത്ഭുതവും അവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളമാണ് വലിയ മത്സരം നടക്കുന്നത്. എറണാകുളമല്ല, എറണാകുളമൊക്കെ അപ്രസക്തമാണ്. എറണാകുളവും വലിയൊരു പരിധിവരെ ചാലക്കുടിയും. സി രവീന്ദ്രനാഥ് നല്ല പ്രതിച്ഛായുള്ള ആളാണ്, ഒട്ടും അഴിമതിക്കാരനല്ല എന്ന ഒരു പ്രതിച്ഛായുണ്ട്. പക്ഷെ വെറും പ്രതിച്ഛായ കൊണ്ട് ജയിക്കാൻ പറ്റിയ സ്ഥലവുമല്ല. ബെന്നി ബെഹനാൻ വളരെ ശക്തമായ വിക്കറ്റിലാണ് നിൽക്കുന്നത്. കാരണം പുള്ളി കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മണ്ഡലത്തിലുണ്ട്. പിന്നെ തലയെടുപ്പുള്ള ഒരു നേതാവാണ്. എല്ലാവിധ സമവാക്യങ്ങളും പയറ്റിയ ആളാണ്. പിന്നെ ഇതിന് എറണാകുളം ജില്ല ആണിപ്പോൾ 4 മണ്ഡലങ്ങൾ കൂടുതലുണ്ട്. പിന്നെ സാമുദായികമായിട്ടും ബെന്നിക്ക് ഒരു മേൽക്കൈയുണ്ട്. ശരിക്ക് അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ പിന്നെ ഒരു ഫൈറ്റിന് സ്കോപ്പ് ഉണ്ടായിരുന്നു. ഈ ചാലക്കുടിയിൽ അവിടെ ഒരു കത്തോലിക്കൻ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ BD ദേവസി എന്ന് പറഞ്ഞാൽ പഴയ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ സാമുദായികമായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ദേവസി നല്ല പ്രതിച്ഛായുള്ള ആളാണ്. CPM ആണെങ്കിലും അങ്ങനെ വേറൊരു മോശം ട്രാക്ക് റെക്കോർഡുള്ള ആളല്ല. അപ്പോൾ ആ രീതിയിലൊരു സ്വീകാര്യത കിട്ടുമായിരുന്നു. പണ്ട് നമ്മുടെ ഇന്നസെൻ്റ് മത്സരിച്ച പോലെ, ലോനപ്പൻ നമ്മാടം മത്സരിച്ച പോലെ ഒരു കത്തോലിക്കനായ ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നത്. ഇത് അതും ഇല്ല. അപ്പോൾ അതൊരു പക്ഷെ എന്നാലും ഒരു ഗ്രൗണ്ട് ലെവലിൽ കോൺഗ്രസിൻ്റെ ആ ഒരു ബാക്കപ്പ് ഉള്ളത്. കോൺഗ്രസിൻ്റെ നല്ല ബാക്കപ്പ് ഉണ്ട്. അതിൽ കയ്പമംഗലം എന്ന് പറഞ്ഞ ഒരു അസംബ്ലി സെഗ്മെൻറ്റ് മാത്രമേ CPMന് മേൽക്കൈയുള്ളൂ. അവിടെ നല്ല ഹോൾഡ് ഉണ്ട് താനും. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ രക്ഷയില്ല. പിന്നെ ചാലക്കുടി, അങ്കമാലി, അതുപോലെ പെരുമ്പാവൂർ, കുന്നത്തുനാട്, ആലുവ, അപ്പോൾ എല്ലാം ഒരു ഭയങ്കര കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാവുന്ന സീറ്റാണ് ചാലക്കുടി, എറണാകുളം. പെരുമ്പാവൂർ കുറേ ബംഗാളികളെയൊക്കെ വോട്ടിങ് അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ കുന്നത്തുനാട് 2020 എന്ന് പറഞ്ഞൊരു പ്രതിഭാസം, അത് ബെന്നിക്ക് ഒരു ചെറിയ പരിധി വരെ തലവേദന ഉണ്ടാക്കും. അതൊരു എന്നാലും കഴിഞ്ഞ തവണത്തെ അത്ര ഒരു ഇല്ല. 2020 ഉണ്ടാവുന്നുള്ളതല്ല. പക്ഷെ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ ശരിക്കും ഈ സാബു ജേക്കബിൻ്റെ രാഷ്ട്രീയ എതിരാളി ബെന്നി ബെഹനാനാണ്. ശ്രീനിജനല്ല, ബെന്നിയുമായിട്ടാണ് ശരിക്കും പുള്ളിയുടെ സമരം ആരംഭിക്കുന്നത്. പുള്ളി വ്യവസായം നടത്തി സമാധാനമായിട്ട് ജീവിച്ചത്. തുടക്കത്തിൽ നമ്മൾ ആലപ്പുഴയെ കുറിച്ച് പറഞ്ഞില്ല. ആലപ്പുഴയെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് സംസാരിച്ചില്ല. അതെ. KC വേണുഗോപാൽ വരുമ്പോൾ അവിടെ കോൺഗ്രസിനൊരു അപ്പർ ഹാൻഡ് ലഭിക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ ആത്മവിശ്വാസം. അത് ശരിക്കും അതിലൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഇടുക്കിയെ പറ്റിയോ അല്ലെങ്കിൽ എറണാകുളത്തെ പറ്റിയോ ചാലക്കുടിയെ പറ്റി പറഞ്ഞ പോലെ ഒരു മണ്ഡലമല്ല ആലപ്പുഴ. ആലപ്പുഴ പണ്ട് മുതൽക്ക് ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ളൊരു സ്ഥലമാണ്. 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽക്ക് ഇടതുപക്ഷക്കാരാണ് ജയിച്ചിരുന്നത്. പിന്നീട് കോൺഗ്രസ് മുന്നണി ജയിച്ചപ്പോഴും അവിടെ ബാലകൃഷ്ണൻ, കൗമുദി ബാലകൃഷ്ണനാണ് ജയിച്ചത് 71. 77 ആദ്യമായിട്ടൊരു കോൺഗ്രസ്സുകാർ ത്രിവർണ്ണ പതാക പറപ്പിക്കുന്നത് VM സുധീരനായിരുന്നു. അതൊരു ചെറിയ ആളല്ലല്ലോ. VM സുധീരൻ ഈ ബാലാനന്ദനെ തോപ്പിച്ചാണ് ജയിക്കുന്നത്. പിന്നെ അന്നൊരു കോൺഗ്രസ് തരംഗമായിരുന്നു. 20 സീറ്റിലും കോൺഗ്രസ് മുന്നണി ജയിക്കുന്ന സമയത്താണ് സുധീരൻ ജയിക്കുന്നത്. പിന്നീട് വക്കം പുരുഷോത്തമനാണ് പിന്നെ അവിടെ കോൺഗ്രസിന് വേണ്ടി ജയിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് പിന്നീട് VM സുധീരൻ തന്നെ വീണ്ടും വന്ന് ജയിക്കുന്നു. അങ്ങനെയാണ് ഒരു കോൺഗ്രസ് മണ്ഡലമായി മാറുന്നത്. പിന്നെ സുധീരൻ തോറ്റതിന് ശേഷം വീണ്ടും KC വേണുഗോപാൽ എന്ന മണ്ഡലം തിരിച്ചു പിടിക്കും. അപ്പോൾ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ 77 മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അതൊരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ്. ഇടയ്ക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇങ്ങനെ LDF ജയിച്ചിട്ടുണ്ട്. ഒരു തവണ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാനാണ് സാധ്യത. CPM സിറ്റിംഗ് സീറ്റ് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ KC വേണുഗോപാലിൻ്റെ ഒരു പ്രത്യേകത, പുള്ളിക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പണമുണ്ട്, ആൾ സ്വാധീനമുണ്ട്, ആലപ്പുഴയുടെ എല്ലാ മുക്കും മൂലയും സുപരിചിതമാണ്. പിന്നെ തീരദേശ മണ്ഡലമാണ്, അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ആരിഫ് മോശക്കാരനൊന്നുമല്ല, നല്ല കട്ടക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. 5 കൊല്ലമായിട്ട് MP ആണ്, നേരത്തെ MLA ആയിരുന്നു. ഗൗരിയമ്മയെ തോൽപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. ഇതൊക്കെ അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ മറ്റ് പല ഒരുപാട് പ്രശ്നങ്ങൾ വരും, സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇരട്ടക്കൊലപാതകം നടന്ന സ്ഥലമാണ്. ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥി. അതൊരു വലിയ ഘടകമാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയാണ്. ആർക്ക് പോകുന്നുള്ള ഒരു ചോദ്യം, അവർ പിടിക്കുന്ന വോട്ട് എവിടെ നിന്നായിരിക്കും എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ പിടിച്ചതും അതിന് മുമ്പ് തവണ ദിനകരൻ പിടിച്ചതുമായ വോട്ട് തീരപ്രദേശത്തുള്ള വോട്ടാണ്. ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന അത് മാത്രമായിരിക്കില്ല, അതിനേക്കാൾ കൂടുതലായിട്ടും പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ സാമുദായികമായ ഇഷ്യൂ മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു മണ്ഡലമാണ്. സാമുദായികമായ മുസ്ലിങ്ങളെല്ലാം പ്രതിഫലിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ വളരെ ശക്തമായ മത്സരം നടത്തും. അതിനുകൂടി വേണ്ടിയിട്ടാണ് വേണുവിനെ അവിടെ ഫീൽഡ് ചെയ്തിട്ടുള്ളത്. വേണു അല്ലാതെ ആര് മത്സരിച്ചാലും അവിടെ കോൺഗ്രസ് ജയിക്കില്ല. നമ്മൾ തൃശ്ശൂരിലേക്ക് വന്നാലോ? തൃശ്ശൂരിലേക്ക് വന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. ശരിക്കും ത്രികോണ മത്സരം നടക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും നമുക്ക് അത്രയും പറയാൻ പറ്റില്ല. അതെ അതെ. അവിടുത്തെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ BJP സിനിമാ നടനായ സുരേഷ് ഗോപി മത്സരിപ്പിക്കുന്നു. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് ഏറ്റവും അവസാനം എത്തിയൊരു സ്ഥാനാർത്ഥിയായിരുന്നു. എന്നിട്ട് പോലും വല്ലാതെ നല്ലപോലെ പുള്ളിക്ക് വോട്ട് പിടിക്കാൻ കഴിഞ്ഞു. പിന്നെ നിയമസഭയ്ക്ക് മത്സരിച്ചു, ഇപ്പോൾ വീണ്ടും പാർലമെൻറ്റിലേക്ക് മത്സരിക്കും. എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി നേരിട്ട് വന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളുടെ തിരി കൊളുത്തിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഈ വധുവിൻ്റെ പിതാവാണല്ലോ സാറിന് എല്ലായിടത്തും കൈപിടിച്ചു കൊടുക്കുക. ആ ജോലി വരെ പ്രധാനമന്ത്രി നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി കൈപിടിച്ചു കൊടുത്ത ആദ്യത്തെ വധു സുരേഷ് ഗോപിയുടെ മകളാണ് എന്ന് പറഞ്ഞാൽ അത്രയും. അപ്പോൾ അവരുടെ ഒരു ഇൻറ്റിമസിയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി കല്യാണത്തിന് വന്നാലും അതെ. ഇപ്പോൾ പ്രേമേന്ദ്രൻ്റെ മകൻ്റെ കല്യാണത്തിനും പ്രധാനമന്ത്രി വന്നിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ കല്യാണത്തിന് ഡൽഹിയിൽ നടത്തിയപ്പോഴും പോയിരുന്നു. അതൊക്കെ ആ ഒരു ആളുടെ പ്രാധാന്യം കൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കല്യാണത്തിന് വന്നിട്ട് ചടങ്ങിൽ അതിൽ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ പോലെ പുള്ളി നടത്തിയ ഒരു പ്രതിഷ്ഠ ഇതാണ്. മറ്റത് വാരണാസിയാണ്, മറ്റേ അയോധ്യയിലാണ്. പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥി എന്ന് വരെ പ്രധാനമന്ത്രിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്. ആ രീതിയിലുള്ള ഒരു സംഗതി അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. മുരളി വന്നതുകൊണ്ട് സത്യത്തിൽ മുരളിയോട് വളരെ സ്നേഹമുള്ള ആളാണ് ഞാൻ. പക്ഷേ അത് സത്യത്തിൽ മുരളി ചെയ്തതും പാർട്ടി ചെയ്തതും തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രതാപൻ 5 കൊല്ലമായിട്ട് ആ മണ്ഡലത്തിൽ ഉണ്ട്. അദ്ദേഹത്തിന് അത്ര വലിയ പ്രതിച്ഛായൊന്നുമില്ലെങ്കിലും ഈ തിണ്ണപ്പാസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ വീട്ടിലെ തൊട്ടടുത്ത വീട്ടുകാരന് ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ തിണ്ണയിൽ വന്നിരിക്കാനുണ്ട്. അത് പ്രതാപനുണ്ട്, അത് മുരളിക്കില്ല. പ്രതാപൻ വോട്ട് പിടിക്കുന്ന നടന്നു, ആളുകൾ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ചേട്ട എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊന്നും മുരളിക്ക് വോട്ട് പിടിക്കാൻ പറ്റില്ല. മുരളീധരൻ ഒരു മാടമ്പിയാണ്, കരുണാകരൻ്റെ മകനാണ്. ഇങ്ങനെ അതെ അതെ സുനിൽകുമാർ ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രതാപനുള്ള ആ ഒരു അഡ്വാൻറ്റേജ് സത്യത്തിൽ മുരളിക്കില്ല. പിന്നെ ഈ കരുണാകരൻ്റെ ഫാമിലി, കരുണാകരൻ്റെ തട്ടകം എന്നൊക്കെ പറയുമെങ്കിലും കരുണാകരനാവട്ടെ മക്കളാവട്ടെ ഒരിക്കലും തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടില്ല. 57 കരുണാകരൻ തോറ്റു, 96 കരുണാകരൻ പാർലമെൻറ്റിലേക്ക് തോറ്റു, 98 മുരളീധരൻ തന്നെ പാർലമെൻറ്റിലേക്ക് തോറ്റു. പിന്നീട് പത്മജ 2 പ്രാവശ്യം നിയമസഭയ്ക്ക് മത്സരിച്ച് 2 പ്രാവശ്യം തോറ്റു. ഇതാണ് ഈ ഫാമിലിയുടെ തൃശ്ശൂർ ഒരു എന്താണ് പ്രോഗ്രസ് കാർഡ്. പത്മജ എഫക്റ്റ് വേറെ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് തൃശ്ശൂർ ആ രീതിയിൽ കോണ്ടാക്ട്സ് ഇല്ല. കരുണാകരൻ്റെ മകൻ എന്നുള്ള പുള്ളിക്ക് ഏത് മണ്ഡലത്തിലും മത്സരിക്കാം. കേരളത്തിൽ ഇന്നിപ്പോൾ കോൺഗ്രസിന് ഏത് മണ്ഡലത്തിലും ഫീൽഡ് ചെയ്യാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് പുള്ളി ജയിച്ചിട്ടുണ്ട്, കോഴിക്കോട്ട് നിന്ന് ജയിച്ചിട്ടുണ്ട്. വടകരയിൽ ആരും ഇല്ലാത്ത സമയത്ത് അവിടെ പോയി മത്സരിച്ചു. ഇല്ലേ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ല, സിദ്ദിഖ് മത്സരിക്കില്ല. വടകരയിൽ മത്സരിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോഴാണ് ഉമ്മൻചാണ്ടി മുരളീധരനെ വടകരയ്ക്ക് കൊടുത്തത്. തൃശ്ശൂരിൽ അന്നേരം ആർക്കാണ് സാധ്യത? തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വലിയ ഫൈറ്റാണ്. വലിയ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സുനിൽകുമാറിന് ഗുണം ചെയ്യും. സുനിൽകുമാറിനാണ് ഗുണം ചെയ്യുക. കാരണം പ്രതാപൻ രംഗത്തുനിന്ന് മാറി. അപ്പോൾ പ്രതാപന് സാമുദായികമായിട്ട് ചില ശക്തി കേന്ദ്രങ്ങളുണ്ട്, പ്രത്യേകിച്ച് തീരപ്രദേശത്ത് ധീവര സമുദായത്തിൻ്റെ വോട്ട്.
അതുപോലെ തന്നെ മുസ്ലിം വോട്ട് 14% ഉണ്ട്. അതിൽ നല്ലൊരു പങ്കും പ്രതാപന് അന്യത കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് രണ്ടും മുരളീധരൻ ആ രീതിയിൽ ഉറപ്പിക്കാൻ പറ്റുകയില്ല. പിന്നെ കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ വോട്ട് ബേസ് എന്ന് പറയുന്നത് 3 ഒന്ന് തൃശ്ശൂർ സുറിയാനി ക്രിസ്ത്യാനികൾ, കത്തോലിക്കർ കൂടുതലും, കത്തോലിക്കരും യാക്കോബക്കാരും ഉണ്ട്, കത്തോലിക്കരാണ് പ്രധാനം. രണ്ടാമത് നായർ. അത് ഈ പഴയ കൊച്ചി സംസ്ഥാനത്ത് നായന്മാർ ജനിക്കുന്ന കോൺഗ്രസ്സായിട്ടാണ്. അതെ അതെ അതെ. അത് പാർട്ടിയുടെ ചിഹ്നം പശു അല്ല, കാളയായിരുന്ന കാലത്ത് കാളയ്ക്കും, പശു ആയിരുന്ന കാലത്ത് പശുവിനും, കൈപ്പത്തി ആയ കാലത്ത് കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരാണ്. ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ. പിന്നെ മുസ്ലിം, ഈ 3 വിഭാഗങ്ങൾ. പക്ഷേ ആ വോട്ട് ബേസൊക്കെ ഇപ്പോൾ ലിക്വിഡേറ്റ് ചെയ്ത് പോയി. അതെ അതെ അതെ. വോട്ട് ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ നായർ സമുദായക്കാർ ഏറെക്കുറെ മിക്കവാറും തന്നെ BJP ചിന്താഗതിക്കാരായി. എന്ന് വെച്ചാൽ BJPക്ക് എല്ലാ തവണ വോട്ട് ചെയ്തോളുന്നില്ല. അവർ വോട്ട് LDFന് ചെയ്യും, ചിലപ്പോൾ കോൺഗ്രസിന് ചെയ്യും. പക്ഷേ സ്റ്റിൽ അപ്പോൾ അഡ്വാൻറ്റേജ് ഉള്ളിൽ BJP ആണ്. അഡ്വാൻറ്റേജ് ഒരു സാധനം വന്നു. രണ്ടാമത് ക്രിസ്ത്യൻ വോട്ടർമാരിലുള്ള മാറ്റമാണ് ഏറ്റവും ഭയങ്കരം ഈ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വലിയ കോലാഹലങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസിൽ നിന്നും മനഃശാസ്ത്രപരമായിട്ട് മാനസികമായിട്ടാക്കുന്നു. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. ആ ഘടകം അവിടെ ഉണ്ട്. അവർ മുരളീധരൻ തന്നെ ചെയ്തോളാം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അഡ്വാൻറ്റേജ് ആർക്കാണ്? അഡ്വാൻറ്റേജ് പിന്നെ സുനിൽ കുമാറിനുള്ളൊരു ഗുണം സൗകര്യം എന്ന് വെച്ചാൽ പുള്ളി ജനകീയനാണ്, വളരെ ജനകീയനാണ്. പ്രതാപനേക്കാളും ജനകീയനാണ്. ഇടതുപക്ഷത്തിൻ്റെ സോളിഡ് വോട്ട് ബാങ്ക് അവിടെ ഉണ്ട്. അപ്പോൾ ആ വോട്ട് ബാങ്കും സുനിൽ എന്ന ഒരു ഘടകവും, സുനിലല്ലാതെ വേറെ ആളെന്നത് കിട്ടില്ല. സുനിൽ എന്ന ആൾക്കാർ തികച്ചു പറയില്ല, സുനി എന്നേ പറയുള്ളൂ. നമ്മുടെ സുനി അല്ല, നമ്മുടെ സുനി തൃശ്ശൂർക്കാരുള്ളൂ. നമ്മുടെ സുനിക്ക് ഒരു വോട്ടുണ്ട്. ആ വോട്ടാണ് പുള്ളിയുടെ. പ്രത്യേകിച്ച് പ്രതാപൻ പോയതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഫൈറ്റ് ആവും. സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക വന്നു കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യും? മുരളി വോട്ട് ചെയ്യുമോ? സുനിൽ നോട്ട് ചെയ്യും. ഏതാണ്ട് നേമത്ത് സംഭവിച്ച പോലെ അതേപോലെ വരും. അപ്പോൾ അവിടെ UDFന് അഡ്വാൻറ്റേജ് ഇല്ല. UDF പുറകിലാവുന്ന ഒരു മണ്ഡലമാണ്. പാലക്കാട്ടേക്ക് പോകുമ്പോഴത്തേക്ക് പാലക്കാടിന് മുമ്പ് ആലത്തൂരുണ്ട്. ആലത്തൂർ സംവരണ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടുപാടി ജയിച്ചു എന്ന് പറയാം. പക്ഷേ ഇത്തവണ രമ്യക്ക് ആ ഒരു സൗകര്യമില്ല. രമ്യക്ക് ഒരു സൗകര്യമുണ്ട്. കഴിഞ്ഞ തവണ രമ്യ ആരും അറിയില്ലായിരുന്നു. പിന്നെ വിജയരാഘവനെ കൂടി ചേർന്നാണ് പുള്ളിക്കാരി പോപ്പുലറാക്കിയത്. VT ബൽറാമും ഷാഫി പറമ്പിലും ഇടംവലം നിന്നിട്ടാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അങ്ങനെ അവരൊരു വികാരമായി, ഒരു തരംഗമായി. PK ബിജുവിനോടുള്ള വലിയ വിപ്രതിപത്തി ആളുകളുടെ ഇപ്പോൾ ഈ കൊടിക്കുത്തൂർ സുരേഷൊക്കെ നേരിടുന്ന പോലത്തെ വലിയ പ്രശസ്തിയാണ് പുള്ളി അന്ന് ആലത്തൂർ മണ്ഡലത്തിൽ അഭിമുഖീകരിച്ചത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫ്രഷ് ഫേസായിട്ട് രമ്യ ഹരിദാസ് വരുന്നു. ആളുകൾ അവരെ സ്വീകരിക്കുന്നു, വോട്ട് ചെയ്യുന്നു, ജയിപ്പിക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ആ ഒരു സൗകര്യം ഇത്തവണ ആ രീതിയിലില്ല. രാധാകൃഷ്ണനാണ് എതിർ സ്ഥാനാർത്ഥി. രാധാകൃഷ്ണനെ പറ്റി ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല മത്സരമാണ് അവിടെ നടക്കുന്നത്. ഒരു പക്ഷേ രാധാകൃഷ്ണൻ ജയിക്കാനും പാടില്ലായില്ല. ഭരണവിരുദ്ധ വികാരം രാധാകൃഷ്ണനെ ദോഷം ചെയ്യൂ? ഭരണവിരുദ്ധ വികാരം അടക്കം ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് ദോഷമുണ്ട്. എന്ന് വെച്ചാൽ ആളുകളുടെ ഇടയിൽ പുള്ളിയോട് പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ട്. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് പുള്ളിയുടെ ചില പ്രവൃത്തികളൊന്നും അവിടെ യാഥാസ്ഥിതികരായ ആലത്തൂരുകാർക്ക് ആ രീതിയിൽ ബോധിച്ചിട്ടില്ല. NSS ഉൾപ്പെടെ NSS അടക്കം പൊതുവെ ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ശരിയായ രീതിയിലല്ല ഇയാളുടെ ദേവസ്വം ഭരണം എന്നൊരു തോന്നലുണ്ട്. പക്ഷേ വളരെ വ്യക്തിപരമായിട്ട് ഒരു നല്ല പ്രതിച്ഛായുള്ള ആളാണ്. രാജേഷിൻ്റെ കാര്യത്തിൽ LDFന് ഒരു നല്ല ഓവർ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അത് എന്തുമാത്രം ഫലവത്താവെന്ന് പറയാൻ പറ്റില്ല. കാരണം രമ്യ ഹരിദാസിനെ ആർക്കും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പാലക്കാട് അഭിമാന പോരാട്ടമായിട്ടാണ് LDF കാണുന്നത്. അത് തികച്ചും തെറ്റാണ്. സത്യത്തിൽ പാലക്കാട് LDFന് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. ജയിക്കാവുന്ന മണ്ഡലമാണെങ്കിലും ശ്രീകണ്ഠനുള്ളൊരു ഗുണം ഈ തിണ്ണപ്പാസാണ്. 5 കൊല്ലമായിട്ട് പുള്ളി അവിടെ ഉണ്ട്. പുള്ളി പാർലമെൻറ്റിൽ വലിയ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേഹമോ അല്ലെങ്കിൽ ഖണ്ഡനോപക്ഷേപമോ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. എനിക്കിവിടെ നിന്ന് മലയാളത്തിലായിരുന്നു സ്വയർ ചെയ്തതെന്ന് കൂടി സംശയം. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ഥലത്തുള്ള ഒരാളാണ് ശ്രീകണ്ഠൻ. നാട്ടുകാരനാണ്, ജനകീയനാണ്. കോൺഗ്രസ്സുകാരന് പൊതുവെ സാധാരണ എല്ലാ കോൺഗ്രസ്സുകാർക്കുള്ള അത്രയും എതിർപ്പ് തന്നെ പുള്ളിക്ക് പാർട്ടിയിൽ നിന്നുള്ളൂ. കർഷകരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കൃഷ്ണകുമാർ വിജയരാഘവൻ ഇമ്പ്രസീവായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല ഒട്ടുമല്ല. അതാണ് പുള്ളിയുടെ ഈ ശ്രീകണ്ഠൻ്റെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇതാണ്. എതിർഭാഗത്ത് വിജയരാഘവൻ വന്നു എന്നുള്ളതാണ്. വിജയരാഘവനേക്കാൾ അപകടകാരി കൃഷ്ണകുമാർ. അതെ.
വോട്ട് പുള്ളർ, ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയ്ക്ക്, വോട്ട് കാച്ചർ എന്നുള്ള നിലയ്ക്ക് ഇവൻ അവിടുത്തെ ഒരു താപ്പാനയാണ്. അയാൾ പിടിക്കുന്ന വോട്ട് ആരെ ബാധിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പരിധിവരെ ചിലപ്പോൾ സ്വീകരണനെ ബാധിക്കാം, സ്വീകരണനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കൃഷ്ണകുമാർ വളരെ ഫോർമിഡബിൾ ആയിട്ടുള്ള ഒരു റൈവലാണ്. വിജയരാഘവൻ മോശക്കാരനാണെന്നല്ല, അവരുടെ പാർട്ടി ബേസ് ഉണ്ട്, പാർട്ടിയുടെ വോട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വിജയരാഘവൻ കോഴിക്കോട്ട് മത്സരിച്ചപ്പോഴൊന്നും പുള്ളിക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. വടകരയിലേക്ക് വരുമ്പോൾ അല്ല, മലപ്പുറം പൊന്നാനി, പിന്നെ മലപ്പുറം പൊന്നാനി ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ കഥയില്ല. അല്ല, പൊന്നാനിയിൽ കുറച്ചും കൂടി സീരിയസ് ആണ്. മലപ്പുറത്തെ കുറിച്ച് ഒരു ചർച്ചയും ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മൾ എറണാകുളത്തെ പറ്റി പറഞ്ഞ പോലെയാണ്. അതൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു മണ്ഡലമുണ്ട്, അവിടെ ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്ന് പറയാം. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പൊന്നാനിയിൽ കുറച്ചും കൂടി മറ്റു തരത്തിലുള്ള. മലപ്പുറത്ത് വേറൊരു, നമ്മൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ എന്ന് ശ്രദ്ധിച്ചാൽ LDF വോട്ട് കൂട്ടി, പക്ഷേ അത് മലപ്പുറത്ത് വലിയ വിപ്ലവം നടക്കില്ല. മാത്രമല്ല E.T. മുഹമ്മദ് ബഷീറാണ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് മറ്റ് പല കേന്ദ്രങ്ങളിൽ നിന്നും കൂടി വോട്ട് കിട്ടും. ലീഗിൻ്റെ വോട്ട് മാത്രമല്ല, ഈ ലീഗിൻ്റെ വോട്ട് മാത്രമല്ല പോലും ജയിക്കാം, നല്ല പോലെ ജയിക്കാം. പിന്നെ ഭൂരിപക്ഷം എത്ര ലക്ഷമാണെന്ന് മാത്രം നോക്കാറുണ്ട്. മറിച്ച് പൊന്നാനിയിൽ അങ്ങനെയല്ല. പൊന്നാനിയിൽ LDF ശക്തമായ ഒരു പോരാട്ടം നടത്താനുള്ള ശ്രമത്തിലാണ്. അവിടെ ലീഗുകാരനായ KS ഹംസയെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു. ഹംസയ്ക്ക് EK സുന്നിയുടെയും AP സുന്നിയുടെയും കൈവെപ്പുണ്ട്. മറ്റ് മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്നും വോട്ട് കിട്ടാം എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. അതേ സമയത്ത് അബ്ദുൾ സമദ് സമദാനിയാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി. അതിൽ ഒരു വലിയ അപകടമുണ്ട്. ഈ മുഹമ്മദ് ബഷീറിന് കിട്ടുന്ന രീതിയിലുള്ള വോട്ട് ലീഗ് ഇതര കേന്ദ്രങ്ങളിൽ നിന്ന് സമദാനിക്ക് കിട്ടിക്കൊള്ളുന്നില്ല. തീവ്ര ഗ്രൂപ്പുകളുടെ ഒന്നും പിന്തുണ അദ്ദേഹത്തിന് കിട്ടില്ല. അത് മാത്രമല്ല, ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഇതുവരെ പോപ്പുലർ ഫ്രണ്ടായിട്ട് നടന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ CPM-കാരായിട്ട് നടക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹംസയെ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിട്ടുള്ളത്. വിവിധ മുസ്ലിം സംഘടനകളുടെ സ്ഥാനാർത്ഥിയാണ്. പണ്ട് നമ്മുടെ ജോയ്സ് ജോർജിനെ പള്ളിക്കാരുടെ സ്ഥാനാർത്ഥിയെ, പള്ളിക്കാരുടെയും പാറവടക്കാരുടെയും സംയുക്ത സ്ഥാനാർത്ഥിയെ CPM ഏറ്റെടുത്ത പോലെയാണ് ഹംസയെ ഫീൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു നല്ല മത്സരത്തിന് കളമൊരുക്കുന്നുണ്ട്. പക്ഷേ സമദാനി അട്ടിമറിക്കാനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, എളുപ്പമല്ല. കോഴിക്കോട് ഇതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ്. പൊന്നാനിയുടെ മറുഭാഗമാണ് കോഴിക്കോട്. മറുഭാഗം എന്ന് വെച്ചാൽ അതേ തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇളവര കരീമിനെയാണ് ഫീൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കരീമിന് ഈ പറഞ്ഞ പോലെയുള്ള ഇവിടെ ഹംസയ്ക്ക് കിട്ടുന്ന പോലെ EK സുന്നി, AP സുന്നി, പോപ്പുലർ ഫ്രണ്ട്, ഇതുപോലുള്ള എല്ലാ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളുടെയും വോട്ട്, ലീഗ് ഇതര മുസ്ലിം വോട്ടുകളെല്ലാം സമാഹരിക്കുക. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് കൂടി കിട്ടി ജയിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ MK രാഘവൻ എന്ന UDF രാഘവൻ മറുഭാഗത്ത് അതിശക്തമായിട്ട് നിൽക്കുകയാണ്. MT രമേശും ഉണ്ട്. MT രമേശും ഉണ്ട്. അതൊരു BJPക്ക് വളരെയധികം വോട്ടുള്ള സ്ഥലമാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. BJPക്ക് പരമ്പരാഗതമായിട്ട് വോട്ട് കൂടുതലുള്ള സ്ഥലമാണ്. മലബാർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വോട്ടുള്ള സ്ഥലമാണ് കോഴിക്കോട്. ആ വോട്ടുകൾ അവിടെ ഉണ്ട്. അത് പുറമെ ഈ ഘടകങ്ങൾ കൂടി വരുമ്പോൾ രാഘവന് വലിയ ഫൈറ്റായിരിക്കും. ഒരു ഭാഗത്ത് കരീം, ഒരു ഭാഗത്ത് രമേശ്. BJPയുടെ വോട്ട് കൂടുന്തോറും രാഘവൻ്റെ ആയിരിക്കും. രാഘവനെ കൂടുതലായിട്ട് ബാധിക്കാം. അത് പല സാഹചര്യത്തിൽ നിന്ന് വരും. സത്യം പറഞ്ഞാൽ വടകര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം CPM-കാരുള്ള മണ്ഡലമാണ് കോഴിക്കോട്. വടകര ആകുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ വടകരയിൽ മുരളീധരൻ നിസ്സാരമായിട്ട് ജയിക്കുമായിരുന്നു. മുരളീധരൻ 5 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. പിന്നെ മറ്റ് പല സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഷാഫി പറമ്പിലും മോശം സ്ഥാനാർത്ഥിയൊന്നുമില്ല, ഗംഭീര സ്ഥാനാർത്ഥിയാണ്. ഒരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ വന്നപ്പോൾ തന്നെ ഉണ്ടായ ഒരു വലിയ വികാര പ്രകടനം കണ്ടില്ലേ? അത് തീർച്ചയായിട്ടും ഒരു ഘടകം തന്നെ. ശൈലജ ടീച്ചറുടെ കരിസ്മ ഇട്ടത് മാത്രമല്ല, വടകര ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ്. ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് വടകര. ഏറ്റവും അധികം CPM-കാരുള്ള മണ്ഡലമാണ് വടകര. ആ വടകരയിൽ വന്നിറങ്ങുന്ന സ്ഥാനാർത്ഥി ഷാഫിയാണ്. അപ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സരം ഉണ്ടാക്കാൻ പുള്ളിക്ക് സാധിക്കും. ചന്ദ്രശേഖരനാണെങ്കിൽ വിജയം ഏതാണ്ട് സുനിശ്ചിതമായിരുന്നു. ചന്ദ്രശേഖരൻ വധം അടക്കമുള്ള വിഷയങ്ങൾ വൈകാരികമായിട്ട് അവിടെ ഉണ്ട്. അതും ഈ അടുത്ത കാലത്ത് വന്ന കോടതി വിധി, അത് വീണ്ടും ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഷാഫിക്ക് എങ്ങനെ? അത് ഷാഫിക്ക് ഗുണകരമാണ്. ടീച്ചറിനോടുള്ള ഒരു കേരളത്തിൻ്റെ ഒരു ടീച്ചറിനോട് പൊതുവേ ഒരു അതാ ഞാൻ പറഞ്ഞത്. ടീച്ചർ ഇപ്പോൾ കേരളത്തിൽ ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും ആ ഒരു സൗകര്യമുണ്ട്. ടീച്ചറാണ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ടീച്ചറല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ലായിരുന്നു. മുരളീധരൻ മത്സരിക്കുന്നു, ടീച്ചറല്ല വേറെ ഏതെങ്കിലും ഒരു CPM സ്ഥാനാർത്ഥിയായിരുന്നു എങ്കിൽ അത് നിസ്സാരമായിട്ട് ജയിക്കുന്നത്. അപ്പോൾ ടീച്ചറെ ഫീൽഡ് ചെയ്യുന്നു, ടീച്ചർ നന്നായിട്ട്
ഫൈറ്റ് ചെയ്യുന്നു എന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഷാഫി ഒരു സ്ഥാനാർത്ഥി മാറുക കുടിച്ചു. പിന്നെ ടീച്ചറെ എങ്ങനെ വിജയിപ്പിക്കും? അവിടെ ഷാഫിക്ക് വേറെ സിദ്ധിക്കായിരുന്നെങ്കിൽ ടീച്ചർക്ക് ജയിക്കാൻ. അല്ല, ടീച്ചറിനെ വിജയിപ്പിച്ച് എങ്ങനെയും വിജയിപ്പിക്കാൻ വേറെ ചില ആൾക്കാരുടെ ആഗ്രഹമാണ്. കാരണം പുള്ളി പാർലമെന്റിലേക്ക് വിടാൻ വേണ്ടി കണ്ണൂരിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ ശക്തമാണ്. പക്ഷേ എന്നാലും കഴിഞ്ഞ തവണത്തെ ഒരു മേൽക്കൈ അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഈ രാഹുൽ ഗാന്ധി വന്ന ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഭയങ്കരമായ കേന്ദ്രീകരണം ഉണ്ടായിരുന്നു. കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീരനായ സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളോടും ഒരുമിച്ച് വന്നപ്പോഴാണ് സുധാകരൻ ജയിച്ചത്. ഇത്തവണ ഈ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഇല്ല. പിന്നെ ഇച്ചിരി നെഗറ്റീവായി, കുറച്ച് നെഗറ്റീവ് വരും. ഇത് വളരെ മാർജിനലായിട്ടുള്ളൊരു മണ്ഡലമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. പുള്ളിയുടെ വായിന്ന് വന്ന ഡയലോഗ്, പുള്ളി പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെ കുറച്ച് അതുകൊണ്ട് വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. CPM സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലയ്ക്ക് വടകരേക്കാളും ജയസാധ്യത കണ്ണൂരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കണ്ണൂർ രാഷ്ട്രീയമായിട്ട് UDF നല്ല അടിത്തറയുള്ള സ്ഥലമാണ് കണ്ണൂർ നഗരമണ്ഡലം. അതുപോലെ തന്നെ പേരാവൂർ, ഇരിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഈ വലിയ കുടിയേറ്റ മേഖലകൾ, അവിടെയൊക്കെ കോൺഗ്രസിന് നല്ല മേൽക്കൈയുണ്ട്. അതേപോലെ പാർട്ടി ഗ്രാമങ്ങളും ഉള്ള സ്ഥലമാണ്. കാസർഗോഡിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കാസർഗോഡ് BJP ശക്തമാണ്. പ്രത്യേകിച്ച് അത്യുത്തര കേരളം, മഞ്ചേശ്വരം, കാസർഗോഡ് ഭാഗത്ത്. പക്ഷേ മറ്റ് ഭാഗങ്ങളിൽ BJP അത്ര ശക്തമല്ല. CPM ഈ നേരത്തെ പറഞ്ഞ ഭാഗത്ത് ദുർബലമാണ്. അവർ 3ാം സ്ഥാനത്തും. കോൺഗ്രസ്, ലീഗ് എല്ലായിടത്തും ഉണ്ട്. ലീഗിൻ്റെ വോട്ടാണ് പ്രധാനം മഞ്ചേശ്വരത്തും കാസർഗോഡും. അതെ. പിന്നെ ലീഗ് കോൺഗ്രസ് വോട്ടുകളുടെ ഒരു ഏകീകരണം. രാജ്ഭവൻ ഉണ്ണിത്താൻ നല്ല സ്ഥാനാർത്ഥിയാണ്. 5 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. ഇങ്ങനത്തെ MP അവർ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ ഒരിക്കലും ഒരാൾ ജയിച്ചു പോയാൽ പിന്നെ അയാളെ കാണിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ സാധിക്കുള്ളൂ. പുള്ളി മണ്ഡലത്തിൽ തന്നെ 5 കൊല്ലമായിട്ട് അവിടെ സ്ഥിരതാമസമാണെന്ന് മാത്രമല്ല കാസർഗോട്ടുകാർ അദ്ദേഹത്തെ ഉണ്ണിച്ച എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞ പോലെ BJP ഒരു ഘടകമാണ്. പക്ഷേ BJPയുടെ വോട്ടെന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് നമ്മുടെ ഇവിടുത്തെ പോലെ സവർണ, നായർ അങ്ങനത്തെ വോട്ടുകളല്ല. അവിടെ ഈ തുളു, കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് BJPയുടെ. അത് മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമുള്ളൂ. കർണാടകത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ഈ മംഗലാപുരത്തു നിന്ന് പിന്നെ മഞ്ചേശ്വരത്തും കാസർഗോട്ടും. ഒരു മോദി എഫക്റ്റ് അവിടെ ഉണ്ടോ? ഇല്ല, രാജ്യം ശ്രദ്ധിക്കുന്ന മണ്ഡലം കൂടെ ഉണ്ടല്ലോ ഇനി, വയനാട്. രാജ്യം ശ്രദ്ധിക്കുന്ന മണ്ഡലത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ മത്സരമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നല്ല. ഏറ്റവും കൂടുതലുണ്ട് ഇപ്പം. ഏതാ? ഗവൺമെന്റിന്റെ ഗവൺമെന്റ് വികാരമുണ്ട്. കാട്ടാന ആക്രമണം മുതൽക്ക് കാട്ടുപോത്ത് ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുമായിട്ടാണ് ഇപ്പോൾ സർക്കാരിന് ആനി രാജയ്ക്ക് മത്സരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി. അവിടെ സിദ്ധാർത്ഥിൻ്റെ മരണമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ ഈ 19 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം നേടിയ 19 സീറ്റ് എന്ന് പറയുന്നത് ആരെയും മോഹിപ്പിക്കുന്ന ഒരു, അവരെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു, അത് വളരെ കൂടുതലാണ്. സത്യത്തിൽ അവർ അർഹിക്കുന്നേക്കാൾ വലിയ വിജയമാണ് കിട്ടിയത്. അല്ല, ഇപ്രാവശ്യം ഒരു 15 സീറ്റിൽ കുറയാതെ അവർക്ക് ജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണക്കുകളുടെ കളിയിൽ പിന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃസ്ഥാനത്ത് എന്തെങ്കിലും അഴിച്ചുപണിക്ക് സാധ്യത? അല്ല, പാർട്ടി നേതൃസ്ഥാനത്ത് അഴിച്ചുപണി വന്നതും ഇത് തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലിയ പരാജയമായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവും. 20ൽ 15 സീറ്റ് അല്ലെങ്കിൽ 14 സീറ്റ് ജയിച്ചു എന്ന് വെച്ചാൽ വേറെ ഏത് സംസ്ഥാനത്ത് ജയിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കും. ഏറ്റവും വലിയ കർണാടകത്തിൽ ജയിക്കാൻ പറ്റും. വോട്ടേഴ്സ് ചോയ്സ് 2024 ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ചർച്ച ചെയ്തത് UDFിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്, അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ്. കഴിഞ്ഞ തവണ 19 സീറ്റ് നേടിയ UDFിന് ഇക്കുറി അത്രയും നേടാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും ആധിപത്യം അവർക്ക് തന്നെയായിരിക്കും. 15 16 സീറ്റ് വരെ അവരുടെ നേട്ടമെത്താൻ സാധ്യതയുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് A ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ പ്രകടനം എത്രത്തോളം കരുത്തുറ്റതായിരിക്കും, അവരുടെ സ്ഥാനാർത്ഥികൾ എത്രത്തോളം ഊർജിതമായി പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകും എന്നും. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് A ജയശങ്കർ, ഒപ്പം തന്നെ കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷ്, കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ AC റജി, മൂവർക്കും നന്ദി, നമസ്കാരം.